നമ്മളൊക്കെ ഫോണിൽ ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഒരുപാട് മെയിലും ഒക്കെ വരുന്നുണ്ടാവും. ഇതാ ഇഷ്ടംപോലെ മെയിൽ വരുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജിമെയിൽ മറ്റേതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഈ മെയിലൊക്കെ അതിലും പോവും. സംഭവം തിരിഞ്ഞിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മെയിലിലാണ് വരിക. അതൊക്കെ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഈ ജിമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും പോവും. ഇതെങ്ങനെ ചെക്ക് ചെയ്യുക? നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ ജിമെയിൽ വേറെ ഏതെങ്കിലും ലോഗിൻ ചെയ്തിക്കോ, നമുക്ക് വരുന്ന മെയിൽ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് നിങ്ങൾ എന്തായാലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. നിങ്ങളെ ഫോണിലുള്ള ഏത് ബ്രൗസർ ആയാലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം മെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ ഏത് മെയിൽ ഐ ഡി ആണെന്ന് ചെക്ക് ചെയ്യേണ്ടി അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കുക. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ജിമെയിൽ എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്യുക. ജിമെയിൽ എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ താഴെ നിങ്ങൾക്ക് കാണാം google.com ജിമെയിൽ എന്നുള്ള ഈ സെർച്ച് റിസൾട്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ നമ്മളെ ജിമെയിൽ കംപ്ലീറ്റ് ഇവിടെ നമുക്ക് കാണാം. ഇതിന്റെ മേലെ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു നീലത്ത് ഡെസ്ക് ടോപ്പ് എന്ന്. ആ ഡെസ്ക് ടോപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് ഇത് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ചെറുതായിട്ട് അതും ഉണ്ടാകുക. ഡീറ്റെയിൽസ് ഒന്ന് സൂം ചെയ്താൽ മതി. ഈ ഡീറ്റെയിൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം നിങ്ങളെ മെയിൽ ഐ ഡി എവിടെയൊക്കെ സൈൻ ചെയ്തിരിക്കുക, ഏത് IP അഡ്രസ്സിലാണ് സൈൻ ചെയ്ത്, ഏത് ഡിവൈസിലാണ് സൈൻ ചെയ്ത് ഒക്കെ ഫുൾ റിസൾട്ട് നമുക്ക് കൂടെ കാണാം. ഇവിടെ ഷോ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിലും നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാനാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസിൽ ഇത് ലോഗിൻ ചെയ്തതായിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ഒന്ന് സൂം ചെയ്യട്ടെ, കാണണ്ടേ. മേലെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. വിസിറ്റ് സെക്യൂരിറ്റി ചെക്കപ്പ്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ കാണിക്കും. യുവർ ഡിവൈസസ് എന്നുള്ള മേലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതാ ഏതൊക്കെ ഡിവൈസിലാണ് ലോഗിൻ ചെയ്തതെന്ന് ഇവിടെ കാണിക്കും. ആ ഡിവൈസ് നമുക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്തത് അല്ല എങ്കിൽ ഇവിടുന്ന് അത് റിമൂവ് ചെയ്യാം. ഈ വലത് ഭാഗത്തുള്ള 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോണ്ട് റെക്കഗ്നൈസ് ദി ഡിവൈസ് എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ സൈൻ ഔട്ട് കൊടുത്താൽ മതി. സൈൻ ഔട്ട് കൊടുത്താൽ ആ ഡിവൈസിൽ നിന്ന് അക്കൗണ്ട് അങ്ങ് റിമൂവ് ആവും. ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞിക്കോ? ആർക്കറിയാം. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട് നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുക്കുക. ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.